ഇന്നത്തെ നമ്മുടെ ലെസൺ മേക്ക് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില എക്സ്പ്രഷൻസ് ആണ്. മേക്ക് എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന ചില വാക്കുകളുണ്ട്. മേക്ക് കൊളോക്കേഷൻസ് എന്ന് നമുക്ക് പറയാം. കൊളോക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനോട് ചേർന്ന് വേറൊരു വാക്ക് ചേരുമ്പോൾ അതിന് പ്രത്യേക ഒരു മീനിങ് കിട്ടുന്നത്. അത്തരം കോമ്പിനേഷൻസിനെ കൊളോക്കേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കൊളോക്കേഷൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, മേക്ക് ഷുവർ. മേക്ക് ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക, കൺഫേം ചെയ്യുക, എൻഷുവർ എന്ന് പറയാം. ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഡോറൊക്കെ ലോക്ക്ഡ് ആണോ എന്ന് ഒന്ന് ഉറപ്പാക്കൂ, ഒന്ന് കൺഫേം ചെയ്യൂ എന്നാണ്. അതിന് നമുക്ക് മേക്ക് ഷുവർ എന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദ ഡോർ ഈസ് ലോക്ക്ഡ്. ആ ഡോറ് ലോക്ക്ഡ് ആണ് എന്ന് ഉറപ്പാക്കൂ, ഒന്ന് കൺഫേം ചെയ്യൂ എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ട് എന്ന് ഉറപ്പാക്കൂ. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഇനഫ് മണി. മേക്ക് ഷുവർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺഫേം ചെയ്യൂ എന്നാണ് പറയുന്നത്. മേക്ക് ഷുവർ എന്നത് നമുക്ക് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ വെക്കണം എന്നില്ല. പല ഡിഫറെൻറ്റ് സെൻറ്റൻസിൽ നമുക്ക് മേക്ക് ഷുവർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കാർ ഈസ് പാർക്ക്ഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഐ ആം ഗോയിങ് ടു മേക്ക് ഷുവർ, ഞാനതൊന്ന് കൺഫേം ചെയ്യാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കാർ ഈസ് പാർക്ക്ഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. കാറ് റൈറ്റ് പ്ലേസിൽ തന്നെയാണോ, ശരിയായ പ്ലേസിൽ തന്നെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കൺഫേം ചെയ്യാൻ പോവുകയാണ് എന്നാണ്. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ കോയിൻ ഈസ് നോട്ട് ഫേക്ക്. ആ കോയിൻ ഫേക്ക് അല്ല എന്ന് യു ഷുഡ് മേക്ക് ഷുവർ, നിങ്ങളത് ഉറപ്പാക്കണം എന്നാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് സെൻറ്റൻസസിൽ പല ടെൻസസിൽ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മേക്ക് ഷുവർ എന്നാൽ ഉറപ്പാക്കുക. അപ്പോൾ മേക്ക് ഷുവർ എന്ന ഒരു എക്സ്പ്രഷൻ പഠിച്ചില്ലേ. അടുത്തത് മേക്ക് എ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് വരുത്തുക. ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക്. ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക്. അവൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. ഹീ മെയ്ഡ്, നോക്കൂ, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. മെയ്ഡ് എ മിസ്റ്റേക്ക്. ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് വരുത്തല്ലേ. യു ഷുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തരുത്. അപ്പോൾ പല ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് അത് ഉപയോഗിക്കാം. മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസായി. മേക്ക് എ മെസ്. മേക്ക് എ മെസ് എന്ന് പറഞ്ഞാൽ അലങ്കോലമാക്കുക, ആകെ നാശമാക്കുക എന്ന് പറയില്ലേ. ഡോണ്ട് മേക്ക് എ മെസ്. ചിലപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ആകെ അലങ്കോലമായി കിടക്കില്ലേ. അപ്പോൾ നമുക്ക് ഡോണ്ട് മേക്ക് എ മെസ് എന്ന് പറയാം. മേക്ക് സെൻസ്. മേക്ക് സെൻസ് എന്നാൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒരു സെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മേക്ക് സെൻസ്. ചില ആളുകളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന്, ഫൂളിഷ്നെസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ചിലപ്പോഴൊക്കെ. വാട്ട് യു ആർ സേയിങ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. വാട്ട് യു ആർ സേയിങ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്, വളരെ ഫൂളിഷായിട്ടുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. മേക്ക് പ്രോഗ്രസ്. അത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതല്ലേ. പ്രോഗ്രസ് ഉണ്ടാവുക, ഇംപ്രൂവ് ചെയ്യുക. യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. If you learn English, you will make progress. If you learn English, you will make progress. Make profit. Make profit means ലാഭം ഉണ്ടാക്കുക. I want to make a profit. ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. I want to make a profit. If you start this business, you can make profit. ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ലാഭം ഉണ്ടാക്കാം. മേക്ക് പീസ്. പീസ് എന്നാൽ സമാധാനം. മേക്ക് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുക. ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം വഴക്കുണ്ടാക്കല്ലേ, മേക്ക് പീസ്. യു ഷുഡ് നോട്ട് ക്വാറൽ വിത്ത് ഹിം. മേക്ക് പീസ്. കൂൾ ഡൗൺ എന്ന് പറയില്ലേ. മേക്ക് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കൂ, സമാധാനം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കൂ. യു ഷുഡ് മേക്ക് പീസ്. യു ഷുഡ് നോട്ട് ക്വാറൽ വിത്ത് ഹിം. യു ഷുഡ് മേക്ക് പീസ്. മേക്ക് മണി.
പൈസ ഉണ്ടാക്കുക. ഷീ ഈസ് മേക്കിംഗ് മണി ദീസ് ഡേയ്സ്. അവൾ ഈയിടെയായി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് മേക്കിംഗ് മണി ദീസ് ഡേയ്സ്. യു ഷുഡ് മേക്ക് മണി. നിങ്ങൾ പൈസ ഉണ്ടാക്കണം. മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കുക. യു ഷുഡ് നോട്ട് മേക്ക് നോയ്സ്. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്. മേക്ക് കറക്ഷൻ. കറക്ഷൻ വരുത്തുക, കറക്റ്റ് ചെയ്യുക. ഐ ആം ഗോയിങ് ടു മേക്ക് കറക്ഷൻ. ഞാൻ കറക്ഷൻ ചെയ്യാൻ പോവുകയാണ്. മേക്ക് ചേഞ്ചസ്. മാറ്റങ്ങൾ വരുത്തുക. യു ഷുഡ് മേക്ക് ചേഞ്ചസ് ടു യുവർ പ്ലാൻ. നിങ്ങളുടെ ആ ഒരു പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. യു ഷുഡ് മേക്ക് ചേഞ്ചസ്. മേക്ക് ഫൺ ഓഫ്. മേക്ക് ഫൺ ഓഫ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്ന മീനിങ് ആണ്. ഹീ ഈസ് മേക്കിംഗ് ഫൺ ഓഫ് മീ. അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് മേക്കിംഗ് ഫൺ ഓഫ് മീ. ഹീ മെയ്ഡ് ഫൺ ഓഫ് മീ. അവൻ എന്നെ കളിയാക്കി. അപ്പോൾ മെയ്ഡ്. യു ഷുഡ് നോട്ട് മേക്ക് ഫൺ ഓഫ് ഹിം. അവനെ നിങ്ങൾ കളിയാക്കരുത്. മേക്ക് ഫ്രണ്ട്സ്. മേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിലാവുക. ബി ഫ്രണ്ട്ലി. കീപ്പ് കമ്പനി വിത്ത്. അതായത് ഒരാളുമായിട്ട് സൗഹൃദത്തിലാവുക എന്ന് പറയില്ലേ. ഐ വാണ്ട് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദാറ്റ് പേഴ്സൺ. ആ ഒരു ആളുമായിട്ട് സൗഹൃദത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദാറ്റ് പേഴ്സൺ. മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. അറേഞ്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ മീ ടു ഗോ ടു ഡൽഹി. മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ മീ ടു ഗോ ടു ഡൽഹി. ഡൽഹിയിൽ പോകാൻ എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു തരൂ എന്ന മീനിങ് ആണ്. മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യൂ. മേക്ക് എ കോൾ. മേക്ക് എ കോൾ എന്നാൽ ഫോൺ ചെയ്യുക. കോൾ എന്ന മീനിങ് ആണ്. ഐ വാസ് മേക്കിംഗ് എ കോൾ. ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു. ഐ വാസ് മേക്കിംഗ് എ കോൾ. യു ഹാവൻറ്റ് മെയ്ഡ് എ കോൾ ടു മീ യെറ്റ്. ഇതുവരെയും നീ എന്നെ ഒന്ന് വിളിച്ചിട്ടില്ല എന്നാണ്. യു ഹാവൻറ്റ് മെയ്ഡ് എ കോൾ ടു മീ യെറ്റ്. ഇതുവരെയും എന്നെ നീ വിളിച്ചിട്ടില്ല. യു ഹാവൻറ്റ് മെയ്ഡ് എ കോൾ. നോക്കൂ, മെയ്ഡ് ഉപയോഗിച്ചു അവിടെ. അത് ഒരു പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ മേക്ക് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് മെയ്ഡ്. യു ഹാവൻറ്റ് മെയ്ഡ് എ കോൾ എന്ന് പറയുമ്പോൾ മെയ്ഡ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മേക്ക് എ ചോയ്സ്. മേക്ക് എ ചോയ്സ് എന്ന് പറഞ്ഞാൽ ചൂസ്, തിരഞ്ഞെടുക്കുക എന്ന മീനിങ് ആണ്. യു ഷുഡ് മേക്ക് എ ചോയ്സ്. ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ്. യു ഷുഡ് മേക്ക് എ ചോയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്ന് തിരഞ്ഞെടുക്കണം എന്നാണ്. ഒരു കാര്യം ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാവ് മെയ്ഡ് മൈ ചോയ്സ് ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. ഞാൻ എൻ്റെ ചോയ്സ്, അത് ഞാൻ ചൂസ് ചെയ്തു, എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ചൂസ് ചെയ്തു. ഐ ഹാവ് മെയ്ഡ് മൈ ചോയ്സ് ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. അതിൽ ഞാൻ ഹാപ്പിയും ആണ്. മേക്ക് എ കംപ്ലയിൻറ്റ്. മേക്ക് എ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക. അവിടെ കംപ്ലെയിൻ എന്ന മീനിങ് തന്നെയാണ്. കംപ്ലെയിൻ അല്ലെങ്കിൽ മേക്ക് എ കംപ്ലയിൻറ്റ്. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ പ്രോഡക്റ്റ് യു ഷുഡ് മേക്ക് എ കംപ്ലയിൻറ്റ്. നിങ്ങൾക്ക് എൻ്റെ പ്രോഡക്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ യു ഷുഡ് മേക്ക് എ കംപ്ലയിൻറ്റ്. നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നാണ്. യു ഷുഡ് കംപ്ലെയിൻ എന്നാണ് അതിൻ്റെ മീനിങ്. മേക്ക് എ ഡിഫറൻസ്. മേക്ക് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാക്കുക, ഒരു ഇമ്പാക്റ്റ് വരുത്തുക, ഒരു ചേഞ്ച് വരുത്തുക. ഹിസ് ടീച്ചിങ് മൈറ്റ് മേക്ക് എ ഡിഫറൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീച്ചിങ് ചിലപ്പോൾ ഒരു ഡിഫറൻസ് വരുത്തിയേക്കാം എന്നാണ്. ഹിസ് ടീച്ചിങ് മൈറ്റ് മേക്ക് എ ഡിഫറൻസ്. ചില ആളുകളുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ കാണുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികളിൽ വലിയ വ്യത്യാസം ഉണ്ടാവും, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഹിസ് ടീച്ചിങ് മൈറ്റ് മേക്ക് എ ഡിഫറൻസ്. ഒരു ചേഞ്ച് ഉണ്ടാവും. മേക്ക് എ മൂവ്. മേക്ക് എ മൂവ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ എന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് പറയുന്നതല്ലാതെ ആരും അവിടെ നിന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കണം, റെഡിയാവണം, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് പറയാം മേക്ക് എ മൂവ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ. നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്തു കഴിഞ്ഞു, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്.
ടേക്ക് ആക്ഷൻ, മേക്ക് എ മൂവ്. യു ഷുഡ് മേക്ക് എ മൂവ് ടു ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. യു ഷുഡ് മേക്ക് എ മൂവ് ടു ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. മേക്ക് എ പ്രോമിസ്. മേക്ക് എ പ്രോമിസ് മീൻസ് പ്രോമിസ് ചെയ്യുക. ഐ ഹാവ് മെയ്ഡ് എ പ്രോമിസ് ടു ഗീവ് ഹർ സം മണി. അവൾക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്ന് ഞാൻ ഒരു പ്രോമിസ് കൊടുത്തു. ഐ ഹാവ് മെയ്ഡ് എ പ്രോമിസ്. ഐ ഹാവ് പ്രോമിസ്ഡ് എന്നാണ് മീനിങ്. യു ഷുഡ് നോട്ട് മേക്ക് പ്രോമിസസ്. അങ്ങനെ പ്രോമിസസ് ഒന്നും കൊടുക്കരുത്. യു ഷുഡ് നോട്ട് മേക്ക് പ്രോമിസസ്. മേക്ക് പ്രോമിസസ്. മേക്ക് ആൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം നടത്തുക. യു ഷുഡ് മേക്ക് ആൻ അറ്റംപ്റ്റ്. നിങ്ങളൊരു ശ്രമം നടത്തണം. ഐ മെയ്ഡ് ആൻ അറ്റംപ്റ്റ്. ഞാൻ ഒരു ശ്രമം നടത്തി. മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡിലെ ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ നന്നായിട്ട് വിരിച്ച് നീറ്റായിട്ടൊക്കെ ഇടുക. അതാണ് മേക്ക് ദ ബെഡ് എന്ന് പറയുന്നത്. യു ഷുഡ് മേക്ക് ദ ബെഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു മേക്ക് ദ ബെഡ്. ബെഡൊക്കെ വൃത്തിയായിട്ടിടാൻ, വിരിച്ചൊക്കെ ഇടാനായിട്ട് മറക്കല്ലേ. ഡോണ്ട് ഫോർഗെറ്റ് ടു മേക്ക് ദ ബെഡ്. ഇനി വേറെയും ഒരുപാട് കൊളോക്കേഷൻസ് മേക്ക് എന്ന വാക്കുമായിട്ട് ചേർന്ന് വരുന്നതുണ്ട്. അതുപോലെ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, മേക്ക് ലഞ്ച്, മേക്ക് ഡിന്നർ, ഇതൊക്കെ പറയാം. ഇതൊക്കെ മേക്ക് എന്ന വാക്കുമായിട്ട് ചേർന്ന് വരുന്ന കൊളോക്കേഷൻസ് ആണ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.